എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ദൈവവചനം പഠിക്കുവാനായി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് എല്ലാ ബഹുമാനവും മഹത്വവും കർത്താവിന് അർപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് ദൈവം ആദരിക്കാതെ പോയ ചിലരെക്കുറിച്ചാണ്. ഒന്നാമത് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി നൽകിയവൻ അവനോടുകൂടെ സകലവും നൽകാതെ ഇരിക്കുമോ? അപ്പോൾ ദൈവം സ്വന്തം പുത്രനെ ആദരിച്ചില്ല. എന്താണ് ആദരിക്കാതെ പോയത്? വിശുദ്ധ ബൈബിൾ അതിന് പറയുകയാണ്, നമ്മോടുള്ള സ്നേഹമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. രണ്ടാമത് ദൈവം ആദരിക്കാതെ പോയ മറ്റു ചിലരെ നമുക്ക് നോക്കാം. പത്രോസ് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. അപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. എന്തുകൊണ്ടാണ് ദൈവം ദൂതന്മാരെ ആദരിക്കാതെ പോയത്? ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൂതന്മാരെ തന്നെ ആരാധിക്കുവാനായി സൃഷ്ടിച്ചു. നവരത്നങ്ങൾ കൊണ്ടാണ് ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചത്. ദൂതന്മാർ 6 ചിറകുള്ള ദൂതന്മാർ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് പാദം മൂടി അവർ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ 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 എന്ന ദൈവത്തെ ആരാധിക്കുന്നതായ സമയത്ത് ദൂതൻ തൻ്റെ ചിറകുകൾ ഇങ്ങനെ നിവർത്തുമ്പോൾ ഇന്നുവരെ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റും ഇനി ലോകത്ത് കണ്ടുപിടിക്കുവാൻ പോകുന്ന ഏറ്റവും അത്യാധുനികമായ മ്യൂസിക് ഉപകരണവും കൂടി ഒരു സ്റ്റേജിൽ കൊണ്ടുവന്ന് വച്ചിട്ട് അതിൻ്റെ ശ്രുതി ലയ താളം തെറ്റാതെ അത് ഒരുമിച്ച് മീട്ടുമ്പോൾ ഉണ്ടാകുന്ന വലിയ മനോഹരമായ സംഗീതമായിരുന്നു ദൂതൻ തൻ്റെ ചിറകുകൾ വിടർത്തുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത്ര മനോഹരമായിരുന്നു അവൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്. പിന്നെ ദൂതൻ എന്താണ് സംഭവിച്ചു പോയത്? ദൈവത്തിൻ്റെ വചനം 1 തിമോത്തിയോസ് 3-ന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നിഗളിച്ചിട്ട് ദൂതന്മാർക്ക് വന്ന ശിക്ഷാവിധി. അപ്പോൾ ദൂതന്മാർ ചെയ്ത പാപമെന്ന് പറയുന്നത് അവർ ഹൃദയത്തിൽ നിഗളിച്ചു എന്നുള്ളതാണ്. അതായത് അവർ ദൈവത്തെ ആരാധിക്കുന്നതായ സമയത്തും പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന ദൈവത്തെ ആരാധിക്കുമ്പോഴും അവരുടെ ഹൃദയത്തിൽ ദൂതൻ തൻ്റെ ഹൃദയത്തിൽ അവൻ ചിന്തിച്ചു, ഞാൻ അത്യുന്നതന് മീതെ എൻ്റെ സിംഹാസനം വയ്ക്കും. അപ്പോൾ അവൻ ദൈവത്തെ ആരാധിക്കുമ്പോഴും അവൻ്റെ ഹൃദയത്തിൽ അവൻ ദൈവത്തിന് എതിരായി ചിന്തിച്ചു എന്നുള്ളതാണ് അവൻ്റെ പാപമെന്ന് പറയുന്നത്. അതായത് ദൈവം ആരാധനക്കാരൻ്റെ വാക്കുകളെയല്ല നോക്കുന്നത്, അവൻ്റെ വായിൽ നിന്ന് വരുന്ന സ്തുതികളെയല്ല നോക്കുന്നത്, പിന്നെയോ ആരാധിക്കുന്നവൻ്റെ ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത്. ഇന്നും ദൈവം അങ്ങനെയാണ്, ആരാധനക്കാരൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അനന്തരഫലം എന്താ? ദൂതനെ ദൈവം വെട്ടിക്കളഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവം ആദരിക്കാതെ പോയ രണ്ടാമത്തെ ആളാണ് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പത്രോസ് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പുരാതന ലോകത്തെ ദൈവം ആദരിച്ചില്ല. ഇവിടെ പറയുകയാണ് പുരാതന ലോകം. അവിടെ 2 ഗ്രൂപ്പുകളുണ്ട്. ഒന്ന്, നോഹയുടെ കാലത്തെ ദൈവം ആദരിച്ചില്ല. 2, സോദോം ഗോമോറയെ ദൈവം ആദരിച്ചില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആധുനിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനോട്, ഇൻ്റർനെറ്റ് യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യനോട്, കമ്പ്യൂട്ടർ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനോട് പുരാതന ലോകത്തെക്കുറിച്ച് പറയുകയാണ്. ദൈവം പുരാതന ലോകത്തെ ആദരിച്ചില്ല എന്ന് പറയുകയാണ്. അവിടെ 1 നോഹയെക്കുറിച്ച് പറയുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ യേശു പറഞ്ഞു, നോഹയുടെ കാലം പോലെയാകും മനുഷ്യർ പുത്രൻ്റെ നാളിലും. അതായത് അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിനും കൊടുത്തും പോകുന്ന ഒരു കാലം. ജലപ്രളയം വന്നവരെ മുക്കിക്കളയുവോളും അവർ ദൈവമുഖത്തേക്ക് നോക്കാത്ത ഒരു കാലം. ഈ കാലത്തെക്കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ അവർ നോഹയുടെ വാക്ക് കേൾക്കാതെ അവർ ദൈവത്തെ മറന്ന് ജീവിച്ച ഒരു വലിയ സമൂഹം.
ആ സമൂഹത്തെ, നോഹയെയും കുടുംബത്തെയും ഒഴികെയുള്ള അവരെയെല്ലാം ജലപ്രളയം വന്ന് മുക്കിക്കളഞ്ഞു എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ കാണാം. 120 വർഷക്കാലം നോഹ പ്രസംഗിച്ചു, പെട്ടകം പടുന്നു. എന്നാൽ അവർ ആരും ദൈവത്തിൻ്റെ വാക്കിന് അവർ ശ്രദ്ധ കൊടുക്കുകയോ നോഹയെ അനുസരിക്കുകയോ ദൈവത്തെ അനുസരിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് അവർക്ക് വന്ന ശിക്ഷാവധി. അപ്പോൾ നോഹയെയും കുടുംബത്തെയും ഒഴിച്ചുള്ള ആളുകളെ, നോഹയുടെ കാലത്ത് ജീവിച്ച ആളുകളെ ദൈവം ആദരിക്കാതെ പോയി എന്ന് വേദപുസ്തകം നമ്മളോട് പറയുകയാണ്. ഇന്നും അങ്ങനെ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയാണ്. മൂന്നാമത് ദൈവം ആദരിക്കാതെ പോയ ഗ്രൂപ്പ് ലോത്തിൻ്റെ കാലമാണ്. ലോത്തിനെ, മക്കളെയും ഒഴികെയുള്ളവരെ, ആ കാലത്ത് ജീവിച്ചവരെ ദൈവം ആദരിച്ചില്ല. എന്താണ് അവരെ ആദരിക്കാതെ പോയത്? അവരുടെ പാപമാണ്. അവർ വഷളത്വം പ്രവർത്തിച്ചു എന്ന് വേദപുസ്തകം പറയുകയാണ്. അവർ പാപം ചെയ്തു. അപ്പോൾ ആ സൊദോം ഗൊമോറയിൽ ദൈവം തീയും ഗന്ധകവും ഇറക്കി ആ ഭൂമിയെ നശിപ്പിക്കുന്നതിന് മുൻപ് ദൈവം തൻ്റെ ദൂതന്മാരെ ആ സൊദോം ഗൊമോറയിലേക്ക് അയക്കുകയാണ്. അവരോട് പറയുകയാണ്, ലോത്തിനോടും കുടുംബത്തോടും പറഞ്ഞു, ദൈവം ഈ ദേശത്ത് ന്യായവിധി വരുത്താൻ പോവുകയാണ്. നിങ്ങൾ വളരെ വേഗം ഓടിക്കൊള്ളുക, പർവ്വതത്തിലേക്ക് ഓടി മാറിക്കൊള്ളുവാൻ പറയുകയാണ്. എല്ലാ കാലത്തും നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ഒരു ന്യായവിധി നടത്തുന്നതിന് മുൻപായി ദൈവം കൃപയുള്ളവനെ നിങ്ങളുടെ ആ ന്യായവിധി നടത്തുവാൻ പോകുന്ന ഗ്രൂപ്പിൻ്റെ അടുക്കിലേക്ക് അയക്കും. അവരെ ദൈവം മുൻകൂട്ടി അറിയിക്കുമെന്നുള്ളതാണ്. ഇവിടെ അവർ എന്ത് ചെയ്തു? അവർ ദൈവത്തിൻ്റെ വിരോധമായി പാപം ചെയ്തു. ഭൂമിയിൽ അവരുടെ വഷളത്വം പെരുകി. അങ്ങനെ സൊദോം ഗൊമോറയെ ദൈവം തീ ഇറക്കി ന്യായം വിധിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ലോത്തിൻ്റെ കാലത്തുള്ള ജനത്തെയും ദൈവം ആദരിച്ചില്ല എന്ന് നമുക്ക് കാണാം. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് റോമാലേഖനത്തിലാണ്. റോമാലേഖനം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 5-ാമത് ആദരിക്കാതെ പോയ ഗ്രൂപ്പ് അതാണ്. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയി എങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. അപ്പോൾ ഇവിടെ പറയുകയാണ്, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിച്ചില്ല. ഏതാണ് ഈ സ്വാഭാവിക കൊമ്പ്? അത് ആവർത്തന പുസ്തകം നമ്മളോട് പറയുകയാണ്, ഇസ്രായേലാണ് ദൈവത്തിൻ്റെ ഒലിവ് എന്ന് പറയുന്നത്. ഇസ്രായേലാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനം. അപ്പോൾ ഇസ്രായേലിനെ ദൈവം ആദരിച്ചില്ല എന്ന് ഇവിടെ പറയുകയാണ്. വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരുന്നു. എന്നാൽ ദൈവം അവരിൽ ഫലമുണ്ടാകുമോ എന്ന് നോക്കി തൻ്റെ പുത്രനെ അയച്ചു. അവർ പുത്രനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം ഇസ്രായേലിനെ ആദരിച്ചില്ല എന്ന് പറയുകയാണ്. ഇവിടെ അതാണ്, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയി എങ്കിൽ നമ്മോട് പറയുക, നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ഇന്ന് നമ്മെ ദൈവത്തിൻ്റെ നല്ല ഒലിവോട് ചേർത്തൊട്ടിക്കുവാനുള്ള കാരണം അവിടെ പറയുന്ന ഇതാണ്, അസ്വാഭാവിക കൊമ്പായിരുന്നു നമ്മൾ ഓരോരുത്തരും. നമുക്ക് ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരായിരുന്നു. നമുക്ക് വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങളില്ലാത്തവരായിരുന്നു. നമുക്ക് പ്രത്യാശയില്ലാത്തവരായിരുന്നു. നമുക്ക് ദൈവമില്ലാത്തവരായിരുന്നു. ഇങ്ങനെ ഇസ്രായേൽ ജനത്തോട് യാതൊരു ബന്ധവും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരുമായിരുന്ന നമ്മെ ഇസ്രായേൽ ജനത്തോട് ആ സ്വാഭാവിക കൊമ്പുകളോട് ചേർത്ത് നമ്മെ ഒട്ടിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നമ്മോടുള്ള ദയയാണ്. ദൈവം എന്താ ചെയ്തത്? ദൈവം സ്വാഭാവിക കൊമ്പുകളിൽ 17-ാം വാക്യത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്, സ്വാഭാവിക കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് സ്വഭാവത്തിന് വിരുദ്ധമായിരിക്കുന്ന, അർഹതയില്ലാത്ത, യോഗ്യതയില്ലാത്ത നമ്മെ അതിനോട് ചേർത്ത് ഒട്ടിക്കുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് ഭർത്താവ് പറയുകയാണ്, അതുകൊണ്ട് നാം ഭയത്തോടെ ദൈവമുമ്പിൽ ഇരിക്കുവാൻ ഇടയായിത്തീരണം. എന്തുകൊണ്ടാണ് നാം ഇന്ന് ദൈവത്തെ ആരാധിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നമ്മൾ ആരാധിക്കണം. അതിനേക്കാൾ ഉപരി നാം ദൈവത്തെ ആരാധിക്കേണ്ടത് സ്വാഭാവിക കൊമ്പുകളെ ഒടിച്ചിട്ട് അസ്വാഭാവിക കൊമ്പായ എന്നെ, അർഹതയില്ലാത്ത എന്നെ, ഇസ്രായേൽ ജനത്തോട് ബന്ധമില്ലാതിരുന്ന, പൗരത്വത്തോട് സംബന്ധമില്ലാതിരുന്ന എന്നെ അതിനോട് ചേർത്ത് ഒട്ടിച്ചു എന്നുള്ള ആ വലിയ പുത്രൻ്റെ രക്തത്താൽ എന്നെ ഒട്ടിച്ചു എന്നുള്ള വലിയ കാര്യത്തിനായി ഓർത്തുകൊണ്ട്
അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. അതുകൊണ്ട് നമ്മളോട് പറയുകയാണ് റോമർ 11:21 പറയുക, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയി എങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. അതുകൊണ്ട് ഭയത്തോടെ ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ, നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. അപ്പോൾ അവിടെ പറയുകയാണ്, 1, സ്വന്തം പുത്രനെ ആദരിച്ചില്ല, അത് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ് ആദരിക്കാതെ പോയത്. 2, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. 3 പറയുകയാണ്, പുരാതന ലോകത്തെ ദൈവം ആദരിച്ചില്ല. 4 പറയുകയാണ്, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിച്ചില്ല. അതേ പ്രിയമുള്ളവരെ, നമ്മെ ആദരിച്ച, നമ്മെ അർഹതയില്ലാത്തടത്തേക്ക് നമ്മെ കൊണ്ടുവന്ന, ഈ രക്ഷയിലേക്ക് നമ്മെ നടത്തിയ, ഈ രക്ഷയുടെ ആ സന്തോഷവും അനുഭവവും നമുക്ക് തന്ന ആ വലിയവനായ ദൈവത്തിന് എല്ലാ ബഹുമാനവും കൊടുത്തുകൊണ്ട്, എല്ലാ മഹത്വവും കൊടുത്തുകൊണ്ട് നമുക്ക് വരുന്ന നാളുകളിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ബിജു എബ്രഹാം. നന്ദി. വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു.